ദിവാകരൻ ചോമ്പാലയുടെ മീഡിയ ഫേസുമായി ഒരു അഭിമുഖം ഞാൻ നടത്തുകയാണ്. മസ്കത്തിൽ വെച്ചിട്ടാണ്, മന്തസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അഭിമുഖം. കാരണം നാളെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ 10 ദിവസമായ ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണിത്. കാരണം ഞാനിവിടെ വന്നു, ഇന്ത്യൻ അംബാസഡറെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം താഴെ വരെ ഇറങ്ങി ഞങ്ങളെ അനുഗമിച്ചു വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു. ഒരിക്കലും ഒരു അംബാസഡറൊന്നും ഒരു ഡിപ്ലോമാറ്റൊന്നും സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ താഴെ വന്നാണെങ്കിൽ ഞങ്ങളെ അദ്ദേഹം, എൻ്റെ കൂടെ വേൾഡ് മലയാളി സംഘത്തിൻ്റെ രത്നകുമാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുധീർ ചന്ദ്രോത്ത് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ 3 പേരെയും അദ്ദേഹം ആദരവ് കണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പോലും എത്തിപ്പോയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മെമ്മോറാണ്ടം ബേപ്പൂരിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ ഇവിടുത്തെ സലാലയിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എല്ലാം തന്നെ ബന്ധപ്പെടുത്തുകൊണ്ട് ഭരണതലത്തിലുള്ള പ്രൊമോഷൻ അർഹിക്കുന്നതാണ്. പല വിദ്യാഭ്യാസ പ്രവർത്തകരെയും ഹോസ്പിറ്റൽ പ്രവർത്തകരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു വലിയ മിഷൻ്റെ പ്രവർത്തനമാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതിലെല്ലാം തന്നെ ഇവിടുത്തെ മസ്കത്ത് ഇതായിട്ടുള്ള സംഘടനയുടെ പേര് അത് വെട്ടണം. അവിടെ മസ്കത്ത് സംഘടനയുമായിട്ട് ഞാൻ സംസാരിച്ചു. അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ അങ്ങേയറ്റം താല്പര്യപ്പെടുന്ന ആളുകളാണ്. കോവിഡ് കാലത്ത് അദ്ദേഹം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഉടമ ലത്തീഫ് ചെയ്ത സേവനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഓർമ്മിച്ചു പോവുകയാണ്. അപ്പോൾ ഈ നിലയിലുള്ള കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എത്രയോ സമ്പന്നന്മാർ ഇവിടെയുണ്ട്. അവരെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളെ രക്ഷിക്കുവാനുള്ള, അല്ലെങ്കിൽ അവയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പരിപാടിക്ക് പുതിയ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുകയാണ്. ഒരുപക്ഷെ പണ്ട് ആൻ്റണി ഗവൺമെൻറ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആശയം ഏറ്റവും നല്ലതാണ്. നഴ്സിംഗ് യൂണിവേഴ്സിറ്റി കാസർഗോഡ് വേണമെന്ന് പറയുന്നത് ആ നിലയിലാണ്. അതേസമയത്ത് ട്രൈബൽ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത തുടങ്ങണമെന്ന് പറയുന്നത് അതിന് മൂലധനം വേണം. അതേസമയത്ത് നഴ്സിംഗ് യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് പണത്തിന് അതിൻ്റെ മൂല്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ നിലയിൽ നമ്മൾ ഒമാൻ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒമാൻ മലയാളി അസോസിയേഷനെല്ലാമായിട്ട് സംഘടിപ്പിച്ച് NGOs എല്ലാമായി നമ്മൾ സംഘം ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെയുള്ള ഓരോ മലയാളിയുടെ അടിസ്ഥാന പ്രശ്നം, അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് അവന് ന്യായമായ പലിശയെങ്കിലും കിട്ടണം. അത് പണം നഷ്ടപ്പെടാതെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ മിഷനിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷവാനാണ്. എൻ്റെ സെക്രട്ടറി ഗഫൂറും എനിക്ക് വേണ്ടുന്ന ആളുകളെല്ലാം കോൺടാക്ട് ചെയ്യാനും തന്നെ എൻ്റെ മരുമകൻ വിജയകുമാർ, അവൻ്റെ ഭാര്യ സീമ, ഇവരെല്ലാം തന്നെ ഈ ഒരു അംബാസഡർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്താൽ അവർക്കും സന്തോഷമുണ്ട്. അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുധീർ ചന്ദ്രോത്ത് എല്ലാം തന്നെ, അതുപോലെ തന്നെ ഇവിടെ കോറോത്ത് റോഡിലുള്ള ആളുകൾ, ഇങ്ങനെ അനേകം പേരെ എനിക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞു. എത്രയോ ആളുകൾ, ഒരുപക്ഷെ 1000 എൻ്റെ ഫോട്ടോ പല ദിക്കിലുമായിട്ട് ചെതറി കിടക്കുന്ന ഒരു സന്ദർശനമായിരുന്നു. ഇതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ അവരെന്നെ ആദരിച്ച ആദരവ് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ദിവാകരൻ ചോമ്പാലയുടെ മീഡിയ ഫേസുമായി ഒരു അഭിമുഖം ഞാൻ നടത്തുകയാണ്. മസ്കത്തിൽ വെച്ചിട്ടാണ്, മന്തസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അഭിമുഖം. കാരണം നാളെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ 10 ദിവസമായ ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണിത്. കാരണം ഞാനിവിടെ വന്നു, ഇന്ത്യൻ അംബാസഡറെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം താഴെ വരെ ഇറങ്ങി ഞങ്ങളെ അനുഗമിച്ചു വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു. ഒരിക്കലും ഒരു അംബാസഡറൊന്നും ഒരു ഡിപ്ലോമാറ്റൊന്നും സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ താഴെ വന്നാണെങ്കിൽ ഞങ്ങളെ അദ്ദേഹം, എൻ്റെ കൂടെ വേൾഡ് മലയാളി സംഘത്തിൻ്റെ രത്നകുമാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുധീർ ചന്ദ്രോത്ത് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ 3 പേരെയും അദ്ദേഹം ആദരവ് കണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പോലും എത്തിപ്പോയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മെമ്മോറാണ്ടം ബേപ്പൂരിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ ഇവിടുത്തെ സലാലയിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എല്ലാം തന്നെ ബന്ധപ്പെടുത്തുകൊണ്ട്
ഭരണതലത്തിലുള്ള പ്രൊമോഷൻ അർഹിക്കുന്നതാണ്. പല വിദ്യാഭ്യാസ പ്രവർത്തകരെയും ഹോസ്പിറ്റൽ പ്രവർത്തകരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു വലിയ മിഷൻ്റെ പ്രവർത്തനമാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതിലെല്ലാം തന്നെ ഇവിടുത്തെ മസ്കത്ത് ഇതായിട്ടുള്ള സംഘടനയുടെ പേര് അത് വെട്ടണം. അവിടെ മസ്കത്ത് സംഘടനയുമായിട്ട് ഞാൻ സംസാരിക്കും. അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ അങ്ങേയറ്റം താല്പര്യപ്പെടുന്ന ആളുകളാണ്. കോവിഡ് കാലത്ത് അദ്ദേഹം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഉടമ ലത്തീഫ് ചെയ്ത സേവനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഓർമ്മിച്ചു പോവുകയാണ്. അപ്പോൾ ഈ നിലയിലുള്ള കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എത്രയോ സമ്പന്നന്മാർ ഇവിടെയുണ്ട്. അവരെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളെ രക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ അവയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പരിപാടിക്ക് പുതിയ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുകയാണ്. ഒരുപക്ഷെ പണ്ട് ആൻ്റണി ഗവൺമെൻറ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആശയം ഏറ്റവും നല്ലതാണ്. നഴ്സിംഗ് യൂണിവേഴ്സിറ്റി കാസർഗോഡ് വേണമെന്ന് പറയുന്നത് ആ നിലയിലാണ്. അതേസമയത്ത് ട്രൈബൽ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത തുടങ്ങണമെന്ന് പറയുന്നത് അതിന് മൂലധനം വേണം. അതേസമയത്ത് നഴ്സിംഗ് യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് പണത്തിന് അതിൻ്റെ മൂല്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ നിലയിൽ നമ്മൾ ഒമാൻ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒമാൻ മലയാളി അസോസിയേഷനെല്ലാമായിട്ട് സംഘടിപ്പിച്ച് NGOs എല്ലാമായി നമ്മൾ സംഘം ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെയുള്ള ഓരോ മലയാളിയുടെ അടിസ്ഥാന പ്രശ്നം അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് അവന് ന്യായമായ പലിശയെങ്കിലും കിട്ടണം. അത് പണം നഷ്ടപ്പെടാതെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ മിഷനിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷവാനാണ്. എൻ്റെ സെക്രട്ടറി ഗഫൂറും എനിക്ക് വേണ്ടുന്ന ആളുകളെല്ലാം കോൺടാക്ട് ചെയ്യാനും തന്നെ എൻ്റെ മരുമകൻ വിജയകുമാർ, അവൻ്റെ ഭാര്യ സീമ, ഇവരെല്ലാം തന്നെ ഈ ഒരു അംബാസഡർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തിൽ അവർക്കും സന്തോഷമുണ്ട്. അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുധീർ ചന്ദ്രോത്ത് എല്ലാം തന്നെ, അതുപോലെ തന്നെ ഇവിടെ കോറോത്ത് റോഡിലുള്ള ആളുകൾ, ഇങ്ങനെ അനേകം പേരെ എനിക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞു. എത്രയോ ആളുകൾ, ഒരുപക്ഷെ 1000 എൻ്റെ ഫോട്ടോ പല ദിക്കിലുമായിട്ട് ചെതറി കിടക്കുന്ന ഒരു സന്ദർശനമായിരുന്നു. ഇതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ അവരെന്നെ ആദരിച്ച ആദരവ് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്.